ഒരു ചാനൽ തുടങ്ങിയാൽ ഇൻട്രൊഡക്ടറി വീഡിയോ കമ്പൽസറി ആണ് അത്ര. സോ ഹിയർ വി ഗോ. എൻ്റെ ചാനലിൻ്റെ പേര് കീപ്പിംഗ് ഇറ്റ് അൺസ്ക്രിപ്റ്റഡ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് വിനീത്. ഞാൻ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത്. മെൽബൺ സിറ്റിയിലാണ് എൻ്റെ വീട്. ഞാൻ ഒരു IT പ്രീസെയിൽസ് സൊല്യൂഷൻ ആർക്കിടെക്റ്റായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. നാട്ടിലെൻ്റെ സ്ഥലം കണ്ണൂരാണ്. സോ ചിലപ്പോഴൊക്കെ അക്ഷരശുദ്ധി കുറച്ച് കുറവായിരിക്കും. എന്നാലും ഞാൻ കീഞ്ഞു പാഞ്ഞു പോയി എന്ന് പറയാണ്ടിരിക്കാൻ ശ്രമിക്കാം. എന്തെങ്കിലും തെറ്റുപറ്റുകൾ വരികയാണെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. കീപ്പിംഗ് ഇറ്റ് അൺസ്ക്രിപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, സാധാരണ യൂട്യൂബിൽ കാണുന്നത് കുറേയൊക്കെ എന്താ പറയുക, ആൾക്കാർ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഒരുപാട് എഫേർട്ട് ഇട്ട് കഥകളൊക്കെ മെനഞ്ഞ് സിറ്റുവേഷനൊക്കെ മെനഞ്ഞ് അല്ലെങ്കിൽ ഏത് നേരവും ക്യാമറയും പിടിച്ച് നടക്കുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വളരെ നാച്ചുറലായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ തുടങ്ങുന്ന ഒരു ചാനലാണ്. സോ വീഡിയോ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ആകാൻ ഒരുപാടുണ്ട്. ഈവൻ എൻ്റെ ശബ്ദം പോലും ഞാൻ സാധാരണ എൻ്റെ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ടാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റിയൊക്കെ ഞാൻ ക്രമേണ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. പിന്നെ ആ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ എൻ്റെ മുഖവും മറ്റ് പശ്ചാത്തലങ്ങളൊന്നും കാണിക്കാതെ വെറും ശബ്ദം മാത്രം കൊടുത്ത് തുടങ്ങുന്നത്. എല്ലാവരുടെയും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ക്രമേണ ധൈര്യം സംഭരിച്ച് എൻ്റെ റിയൽ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഓഫീസിൽ ചെന്ന കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ ജോലിയുടെ സ്വഭാവം കാരണം പൊതുവെ ഞാൻ ഭക്ഷണമാണ്. പക്ഷെ ഇന്ന് ഒരു ക്ലയൻറ്റ് വിസിറ്റ് ഉള്ളത് കാരണം ഓഫീസിൽ പോകേണ്ടി വന്നിരുന്നു. എൻ്റെ ഭാര്യ എന്നെ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നല്ല മഞ്ഞുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല മഞ്ഞ് കെട്ടിയിരിക്കുന്ന ഒരു പ്രതീതിയാണ് അവിടെ ഉള്ളത്. സ്റ്റേഷനിൽ ചെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുന്ന വഴി വലിയ തിരക്കില്ലെന്ന് തോന്നി. ഇന്നത്തെ ദിവസം അധികം പേരൊന്നും ഓഫീസിലേക്ക് പോകുന്നില്ലെന്ന് തോന്നി. ഒരു ട്രെയിൻ കടന്നു പോകുന്നതായിട്ട് കാണാം. പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പോകേണ്ട ട്രെയിൻ വരുന്ന വീഡിയോ എടുക്കണം എന്നുള്ള പ്ലാനൊക്കെ കൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു സുഹൃത്ത് വന്നത് കാരണം അതൊന്നും നടന്നില്ല. അവനോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. നേരത്തെ പറഞ്ഞ പോലെ നല്ല മഞ്ഞുണ്ടായിരുന്നു. പിന്നെ അവരോട് സംസാരിച്ചിരുന്ന കാരണം വീഡിയോ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല ട്രെയിനിൻ്റെ അകത്ത്. സിറ്റി എത്താറായി. അപ്പോഴേക്ക് മഞ്ഞൊക്കെ മാറി നല്ല ബ്രൈറ്റ് ആൻഡ് സണ്ണി ഡേ ആണ്. സ്റ്റേഷനിലെത്തി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരുപാട് പോലീസുകാരുണ്ട് അവിടെ. ചെറുതായി ഒന്ന് പതറി. കലാലക്ഷണമുണ്ട്. പിന്നെ ക്യാമറയും കൊണ്ട് നടക്കില്ല, അതുകൊണ്ടായിരിക്കും. ഇതാണ് എൻ്റെ ഓഫീസ്. ഈ ബിൽഡിങ്ങിനകത്താണ് എൻ്റെ ഓഫീസും എൻ്റെ ടീമൊക്കെ ഉള്ളത്. ഇവിടുന്ന് ഞങ്ങളൊരു ക്ലയൻറ്റ് വിസിറ്റിലേക്ക് എല്ലാവരും കൂടെ പോകാനുള്ള പരിപാടിയാണ്. ആ വീഡിയോകളൊന്നും പകർത്താൻ ഒത്തില്ല. തിരിച്ച് ഓഫീസിൽ വന്ന് മടക്കം വീട്ടിലേക്ക് വരുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു വിചിത്ര രൂപത്തിലുള്ള ഒരു ബിൽഡിംഗ് കണ്ടപ്പോൾ അതും കൂടെ പകർത്താമെന്ന് കരുതി. മോവൻപിക് ഹോട്ടലും അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സും ഒക്കെ ഉള്ള ഒരു ബിൽഡിങ്ങാണിത്. ഒരു ട്രാം പോകുന്നതാണ്. മെൽബണിൽ വളരെ പ്രശസ്തമായൊരു സംഭവമാണ് ഇവിടുത്തെ ട്രാം. ഞാൻ തിരിച്ച് വീട്ടിലേക്കുള്ള ട്രെയിൻ കയറാൻ വരുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു തുടക്കക്കാരൻ്റെ എല്ലാ കുറ്റവും കുറവും ഈ വീഡിയോയിൽ ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇമ്പ്രൂവ് ചെയ്യാം, അതിനുവേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നു. ഒരു 4 മിനിറ്റോളമുള്ള വീഡിയോ ഇൻട്രൊഡക്ടറി വീഡിയോ ആയിട്ട് ഞാൻ ഇടുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ വിശ്വസിച്ചില്ല. പക്ഷേ ഇത് ജസ്റ്റ് അണ്ടർ 4 മിനിറ്റ്സിൽ ഞാൻ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നു. സോ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.